ഇന്ന് സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളും കൂടി ആവാം അല്ലേ. ഞങ്ങളുടെ കൊച്ചുമിന്ദു ടീച്ചർ BCA ടീച്ചറിൻ്റെ സെൻഡ് ഓഫ് ആയിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ സ്കൂളിൽ അങ്ങനെ ഒരു സെൻഡ് ഓഫ് പാർട്ടി നടത്തുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും പങ്കെടുത്ത ഒരു യോഗമായിരുന്നു കേട്ടോ. അങ്ങനെ യോഗത്തിലെ ഓരോരുത്തർക്കും പറയാനുള്ള അനുഭവങ്ങളൊക്കെ ടീച്ചറുമായിട്ടുള്ള നല്ല നല്ല ഓർമ്മകളൊക്കെ പറയാനൊക്കെ അവസരമുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. ഈ വീഡിയോ കാണുന്ന പലരെയും ഈ കാണുന്ന ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നിങ്ങളിതിൽ ഏതെങ്കിലും ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. നിങ്ങൾ പഠിപ്പിച്ച ഏത് ടീച്ചറാണെന്നേ. ഈ യോഗം കൂടിയപ്പോഴേ എല്ലാവരും ഏറ്റവും അധികം ബിന്ദു ടീച്ചറിനെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയാവോ? എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും നോ എന്ന് പറയാത്ത ഒരാളായിരുന്നു. എന്ത് കാര്യം വിശ്വസം നമുക്ക് ഏൽപ്പിക്കാവുന്ന നല്ലൊരു അധ്യാപികയാണ് നമുക്ക് ഈ സ്കൂളിൽ നിന്ന് നഷ്ടപ്പെടുന്നതെന്നാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ ഫുഡ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് പുറത്തുനിന്ന് വരുത്തിക്കുകയാണ് ചെയ്തത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നെമ്മീൻ വറുത്തതും ചിക്കൻ റോസ്റ്റും പിന്നെ നമ്മുടെ സാധാ ഊണിൻ്റെ വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ നേരെ പോയി എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പം അമ്പലത്തിലെ ഉത്സവമാണ്, 10 ഉത്സവമാണ്. അപ്പം ഇവിടെ തേരും കുതിരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ തേരും കുതിരയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അതൊക്കെ കാണാനായിട്ടൊന്ന് ഇറങ്ങി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കുഞ്ഞു ടാർട്ടർ റോഡായതുകൊണ്ട് വലിയ തേരുകളൊന്നും പോകത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. കുഞ്ഞു തേരുകളൊക്കെയാണ് പോയത്. പിന്നെ അതിൻ്റെ കൂടെ ശിങ്കാരിമേളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത നെയ്ബേഴ്സാണ് കേട്ടോ. അവരെല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ വീട്ടിൽ ഒത്തിരി റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ, കണ്ടു നിന്നവർക്കും വന്നവർക്കും പോയവർക്കും എല്ലാവർക്കും ഇവിടെ വെള്ളം കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷുവിന് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല കേട്ടോ. പുള്ളി ഓട്ടം ഡാൻസ് മേളം അങ്ങനെ ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ അവരെടുത്ത് മാറിയിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത് DJ എത്തി. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ. DJ ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടില്ലേ എന്നാ തകർപ്പായിരുന്നറിയാം. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ട് തുള്ളിയത് ഈ ഉത്സവത്തിനാണ്. അങ്ങനെ നിൽക്കുമ്പോഴത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ഇവൻ്റെ പേര് രാഹുൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അംഗൻവാടിയിൽ പഠിച്ചതാണ്. എൻ്റെ അമ്മയായിരുന്നു കേട്ടോ അംഗൻവാടി ടീച്ചർ. അങ്ങനെ അവൻ്റെ ഭാര്യനെയൊക്കെ പരിചയപ്പെടുത്തുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അമ്മയെ കണ്ടപ്പോഴത്തേക്കും പിന്നെ അവൻ എൻ്റെ അമ്മ എടുത്തോട്ട് ഓടി. അപ്പോൾ പഴയകാല സുഹൃത്തുക്കളെയൊക്കെ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണെന്നറിയോ? ഈ ഉത്സവം എന്നൊക്കെ കേട്ടാലേ എവിടെ നിന്നൊക്കെയാണെന്നറിയത്തില്ല. ചെണ്ടപ്പറമ്പ് കോല് കേട്ട ഉടനെ കുറേ അവന്മാർ കുറ്റിയും പറിച്ചിറങ്ങും. അങ്ങനെ 2 എണ്ണമാണ് ഇപ്പോൾ പോയത്. അവന്മാർ ഞങ്ങളുടെ നാട്ടിലുള്ള കേട്ടോ, കണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങളുടെ കിഴക്ക് കുന്ന്. പിന്നെ ഈ തേരുമ്പത്തേക്ക് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലെത്തി. എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞു എല്ലാവരും ബൈ പറഞ്ഞു.